വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. 4 സെന്റ് 250 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും അതുപോലെ യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ ഒരു വീട് ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 1.7 കിലോമീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.4 കിലോമീറ്ററും കാക്കനാടേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 10 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ലോങ് പെർമനന്റ് ഗ്ലാസ് വിൻഡോസും സിലിണ്ടറിക്കൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഭംഗിയുള്ള വാൾട്ടയിലുമാണ് വന്നിരിക്കുന്നത്. 4.7 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയായി ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് CNC കട്ടിംഗ് ഡിസൈനിലാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറി ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു വിക്കറ്റ് ഗേറ്റും ഒരു മെയിൻ ഗേറ്റുമാണ് ലഭിക്കുന്നത്. രണ്ടും CNC കട്ടിംഗ് ഡിസൈനിലാണ് വരുന്നത്. 4 മീറ്ററിലധികമാണ് ഇവിടെ മെയിൻ ഗേറ്റിന്റെ ഓപ്പണിംഗ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 18 അടിയിലേറെ നീളവും 15 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. 2 SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 2 പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് പ്ലാന്റർ ബോക്സുകൾ നൽകി അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷനുള്ള പോയിന്റും നോർത്ത് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ ഹാഫ് പോർഷനോളം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ എൻട്രൻസ് ഭാഗത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വളരെ വീതി കൂടിയ സ്റ്റെപ്പുകളാണ് വന്നിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെ താഴ്ഭാഗത്ത് സ്ട്രിപ്പ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാനോ ടൈലിലാണ് നമ്മുടെ സ്റ്റെപ്പുകൾ വരുന്നത്. കൂടാതെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ചെയറോളം ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കോർണറിലായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റ പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു വുഡൻ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോറിന്റെ ഇരുവശത്തും മുകളിലായിട്ടും വുഡൻ പാനലിംഗ് തന്നെയാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 11.5 അടി നീളവും 11.5 അടി തന്നെ വീതിയുമാണ് വരുന്നത്. വെസ്റ്റ് സൈഡിലായിട്ട് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സിംഗിൾ ഡോർ വിൻഡോസുമാണ് വരുന്നത്. വാളിലെല്ലാം തന്നെ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിംഗ് ഒക്കെ വന്ന് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലെ വോളിലും ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ഡൈനിങ് സ്പേസിന് 13.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഉള്ളത്. ഒരു ടോൾ സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്കായി ഒരു ഡോറിന്റെ ഇരുവശത്തും മുകളിലായിട്ടും വിൻഡോസും നൽകിയിട്ടുണ്ട്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റും വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടറാണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഭംഗിയുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് വലുപ്പമുള്ളൊരു ബിനർ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള ബീമിലെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിങ്ങും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ എല്ലീസിൻ്റെ മനോഹരമായ സ്വിച്ചസും വീഗാൻ്റെ വയസ്സുമാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിലൊഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം ഡക്ക സ്പേസ് വരുന്നുണ്ട്. അതിലെല്ലാം പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു നാച്ചുറൽ പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ പാനലിങ്ങിൽ സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ പാനലിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ക്രോക്കറി യൂണിറ്റും താഴെയായിട്ട് സ്റ്റോറേജും ഒക്കെ വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. രണ്ട് വിൻഡോയും ഈസ്റ്റ് സൈഡിലേക്ക് നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ താഴ്ഭാഗത്തെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ സ്പേസ് ആയിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കിച്ചൺ സിങ്കും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഫ്രിഡ്ജിനുള്ള സ്പേസിന് ചുറ്റും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കിച്ചണിൽ ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷിലുള്ള വുഡൻ ടെക്സ്ചറുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് വലുപ്പമുള്ളൊരു മിററോട് കൂടി ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ വെറ്റേരിയ ഡ്രൈ ചെയ്തതിന് ചെറിയതായി സെപ്പറേഷൻ കൊടുത്ത് എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോയിന്റും അതുപോലെ തന്നെ ഹീറ്റിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടർ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ വരുന്നുണ്ട്. ഒരു സൈഡിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾ ഡോറും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെയും ജാഗറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേരിയൻ ഡ്രൈയർ ചെറിയ സെപ്പറേഷനൊക്കെ ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്റിനുള്ള പോയിന്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റെയറിലാണ് സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വാൾ കംപ്ലീറ്റ്ലി ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സൺലൈറ്റ് വീടിനുള്ളിലേക്ക് ലഭിക്കാനായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. സൗത്ത് സൈഡിലേക്കാണ് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ ഡോറും ഇരുവശത്തായിട്ട് വിൻഡോകൾ നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ്റ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസിലെ TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഫുൾ വാൾ കംപ്ലീറ്റ്ലി പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാൽക്കണി സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ലഭിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ് ടൈല് കൊണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 16 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോയിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ബാക്കി ഫുൾ സൈഡും പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ ഡോർ വിൻഡോസ് നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡിലെ വാളിലും പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലേക്ക് വ്യൂ കിട്ടുന്ന ഒരു ചെറിയ വിൻഡോസും സ്റ്റോറേജും വരുന്നുണ്ട്.
ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ വാൾ ഹൈറ്റിൽ നമുക്ക് വലുപ്പമുള്ളൊരു വാൾറോബ് ലഭിക്കുന്നുണ്ട്. താഴെയായിട്ട് ഒരു ഓപ്പൺ ബോക്സ് വരുന്നുണ്ട്. അതിൽ സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 5 ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ ചെറിയ സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഹീറ്ററുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലുപ്പമുള്ളൊരു മിററും അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഒരു സൈഡ് വാൾ കംപ്ലീറ്റ്ലി നമുക്ക് വലുപ്പമുള്ളൊരു വാൾഡ്രോബാണ് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 5 ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ ചെറിയ സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. മുകളിൽ ഭംഗിയായിട്ടാണ് റൂഫിംഗ് വർക്കുകളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിലിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. പാലസിൻ്റെ 250 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,12,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.